കേരളത്തെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറ്റുകയെന്ന സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിൽ കോട്ടയം ജില്ല വഴികാട്ടിയായിരിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ജില്ലാ ആസൂത്രണ സമിതി മന്ദിരത്തിലെ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. 2021 ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ എടുത്ത ആദ്യ തീരുമാനമാണ് 2025 നവംബർ 1 സംസ്ഥാനത്തെ അതിദാരിദ്ര്യമുക്തമാക്കുകയെന്നത്. അതിനായി എല്ലാ വകുപ്പുകളുടെയും ഏകോപനത്തോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നത്. കുടുംബശ്രീ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്തി. എന്താണ് അവരുടെ പ്രശ്നങ്ങളെന്നും കണ്ടെത്തി. ഓരോ കുടുംബത്തിനും ഓരോ മൈക്രോ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തിച്ചു. ഇക്കാര്യങ്ങളിലെല്ലാം കോട്ടയം മുന്നിലായിരുന്നു. സർവേയിൽ കണ്ടെത്തിയവരിൽ 93% കുടുംബങ്ങളെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ കേരളം കൈവരിച്ച പുരോഗതി ഇതര സംസ്ഥാനങ്ങളിലുള്ളവർ ആശ്ചര്യത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോട്ടയത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ആഹ്ലാദകരമായ ഒരു ചരിത്ര മുഹൂർത്തമാണിന്ന്. ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നു. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അവഗണിക്കാമായിരുന്ന ഒരു സൂക്ഷ്മ ന്യൂനപക്ഷത്തെ അവഗണിക്കുകയല്ല, അവരെ എങ്ങനെ സഹായിക്കാം എന്നതിന് പ്രഥമ പരിഗണന കൊടുത്ത് ഈ സർക്കാരിൻ്റെ ആദ്യത്തെ തീരുമാനമായി എടുത്ത കാര്യമാണ് അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന ലക്ഷ്യം. EPEP എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. കേരളത്തിന് പുറത്ത് ഇത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഇതിനു മുമ്പ് ഇത്തരമൊരു പരിശ്രമം നടന്നത് ചൈനയിൽ മാത്രമാണ്. അത് കഴിഞ്ഞ പിന്നെ കേരളത്തിലാണ് ഇത്തരമൊരു വലിയ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനം. അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴേ അവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയതായി പറയാൻ കഴിയൂ എന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രസംഗിച്ച സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. അതിദരിദ്രർ ഇല്ലാത്ത കോട്ടയം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിച്ച ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി അഭിനന്ദനം അറിയിച്ചു. നാനാതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ അവർക്ക് വീടും സ്ഥലവും കണ്ടെത്തി കൊടുത്തത് മാത്രമല്ല, വരുമാനം, ഭക്ഷണം, മരുന്ന്, വസ്ത്രം, വിദ്യാഭ്യാസം, ഈ നിലയിലെല്ലാം കൈപിടിച്ചുയർത്തിക്കൊണ്ടാണ് ആ ഒരു വീക്ഷണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആത്യന്തികമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈയെടുത്തും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നും ടീമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ടീം വർക്കിന്റെ ആദ്യത്തെ നെറ്റ് റിസൾട്ടാണ് കോട്ടയം ജില്ല. നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ദേശീയാടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ ജില്ലയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൽ ജില്ലയുടെ നേട്ടങ്ങൾ വിശദീകരിക്കുന്ന സ്മരണിക മന്ത്രി MB രാജേഷ് മന്ത്രി VN വാസവന് നൽകി പ്രകാശനം ചെയ്തു. ജില്ലാ കളക്ടർ ജോൺ V സാമുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്, MLA-മാരായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, CK ആശ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ, വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് അജയൻ K മേനോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് മുകേഷ് K മണി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ PC ബാലഗോപാൽ, ജോയിന്റ് ഡയറക്ടർ ബിനു ജോൺ, ഡെപ്യൂട്ടി ഡയറക്ടർ VR രാജീവ്, അസിസ്റ്റന്റ് ഡയറക്ടർ സഞ്ജന സത്താർ, ADM S ശ്രീജിത്ത്, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ MP അനിൽകുമാർ, ദാരിദ്ര്യ ലഘൂകരണ വിഭാഗം പ്രൊജക്ട് ഡയറക്ടർ ബെവിൻ ജോൺ വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.